റഷ്യയിലെ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുഖ്യ കണ്ണി ആരാണെന്നുള്ളത്, ഇതിൽ ഈ ഏറ്റവും വലിയൊരു മാഫിയ ആരാണെന്നുള്ളത്. റഷ്യയിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺവാണിഭം, അതുപോലെ തന്നെ പിന്നെ കൂട്ടിക്കൊടുക്കുക, അതുപോലെ തന്നെ 16 വയസ്സുള്ള പെൺകുട്ടിനെ പോലും കൂട്ടിക്കൊടുത്തിട്ടുള്ള ഒരു വൺ ക്രിമിനൽ ആയിട്ടുള്ള വളരെ ഗുണ്ടകളെ കൂട്ടുപിടിച്ച് ഇവിടെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ഗുണ്ടകളുമായിട്ട് പ്രതികരിക്കുന്ന ചില വമ്പൻ തട്ടിപ്പ് മാഫിയ സംഘത്തിലെ ഒരു തലവൻ ഇവിടെ റഷ്യയിൽ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് റഷ്യയിലുള്ള ഒരാളാണ്. അത്യാവശ്യം വയസ്സുള്ള ഒരാളാണ്. അപ്പം ഇയാൾ വളരെയധികം, അതായത് ഇയാളെ കുറിച്ച് ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തുക, ആളുകളെ വരട്ടുക. അപ്പം അതിനെതിരെ ഞാൻ നല്ല രീതിയിലൊന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം വെച്ചാൽ ഇവിടെ എംബസിയിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ മോസ്കോയിലുള്ളയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള എല്ലാ എംബസിയിലും ഇയാൾക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഇങ്ങനെയുള്ള കള്ളന്മാരെ പൂട്ടുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശമാണ് നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ മാക്സിമം നോക്കുന്നത്. അതുപോലെ തന്നെ പല കള്ളന്മാരും ഇന്ന് റഷ്യയിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇവനെ ഒന്നും പറയാനോ ഒന്നും പറ്റത്തില്ല. ഇവൻ്റെ കൂടെയുള്ളത് വലിയ വലിയ വേറെ കള്ളന്മാരാണ്, വലിയ മാഫിയകളാണ്. കുറേ മാഫിയകളുണ്ട്, നിങ്ങൾക്കറിയാം. പല വ്ളോഗും ചെയ്യുന്ന പല ആൾക്കാരും. അതുപോലെ ഇവരൊക്കെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവരുമായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിലുള്ള തെറി അഭിഷേകങ്ങളായിരുന്നു അവരെന്നെ വിളിച്ചത്. അതുപോലെ തന്നെ ഞാനും അവരടുത്ത് നല്ല രീതിയിലുള്ള തെറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഇതിൽ ഏറ്റവും വലിയൊരാളുണ്ട്, ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാൾ. അയാളാണ് ഈ റഷ്യയിലുള്ള ഏറ്റവും വലിയ ഒരു മാഫിയ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മാഫിയ തലവൻ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുള്ള ആളാണ്. ഇവന്റെ ഒരുപാട് തട്ടിപ്പുകൾ നമുക്ക് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അതിനായിട്ട് ഞാൻ ഇനി എൻ്റെ ബാക്കിയുള്ള സമയം മുഴുവനും ഞാൻ അതിനായിട്ട് ചെലവഴിക്കുന്നതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഉഡായിപ്പും വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കള്ളന്മാർ നമ്മുടെ റഷ്യയിൽ ഇപ്പം ഇങ്ങനെ കൂട് മുളക്കുന്നത് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടം പോലെ. അതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് പല തട്ടിപ്പും നടത്തുന്ന, പല ഉഡായിപ്പും നടത്തുന്ന ഇങ്ങനെയുള്ള ഈ വമ്പൻ ഈ തട്ടിപ്പ് വീരനായിട്ടുള്ള ഇവനെ കൂട്ടാനായിട്ടാണ് ഇനി അടുത്ത ശ്രമം. കാരണം ഇത് ആര് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോകളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. നിങ്ങൾ ശരിക്കും ഷോക്കാവും. കണ്ടു കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ഒരാളെന്ന് തോന്നും, പക്ഷേ ക്രിമിനലാണ്. ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ച ഒരാളാണ്, വളരെ ക്രിമിനലാണ്. വളരെ തട്ടിപ്പും വെട്ടിപ്പും നടത്തി റഷ്യയിൽ ജീവിക്കുന്ന ഇവനെ പോലുള്ള കള്ളന്മാരെ പൂട്ടുക എന്നുള്ള ഒറ്റൊരു ലക്ഷ്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് പറഞ്ഞത്. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുന്നുള്ളത് ഞാൻ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വിത്ത് എവിഡൻസ്